50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആരോഗ്യവകുപ്പ് മികച്ച ചികിത്സയും മരുന്നും കിടക്കയും രോഗിയുടെ അവകാശമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 50 ദിവസം കൊണ്ട് നേടിയത് മികച്ച നേട്ടങ്ങളാണെന്നും പ്രതിസന്ധികളും വിമർശനങ്ങളും പ്രവർത്തനത്തിന് ഊർജ്ജമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 50 ദിവസത്തിനിടെ ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി വി മുരളീധരൻ പ്രകാശനം ചെയ്തു. ക്രെഡിറ്റ് മന്ത്രിക്കല്ല, മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും സ്റ്റാഫൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുക. ഇന്നലെ വരെ 2 ഘടകങ്ങളായി കണക്കാക്കിയിരുന്ന DMEയും DHSഉം ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാമാണ് ഈ 50 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത്. ഭാവി പരിപാടികൾ ഏറെയുണ്ട്. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ അത്തരം ആശുപത്രികളിൽ മാത്രം സേവനം ചെയ്യും. ആരോഗ്യവകുപ്പിലെ 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിലും പ്രതികരിച്ചു മന്ത്രി. അതൊരു പ്രതികാര നടപടിയല്ല. എന്നാൽ ഓരോ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തി പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങി വെറുതെ അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ. എയിംസ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം സജീവമാണ്. ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്ത് നികത്തും. രോഗികളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നും അറ്റൻഡർമാർക്കും ഡോക്ടർമാർക്കും കൗൺസിലിംഗ് നല്ലതാണെന്നും. ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാർ സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കൊടുക്കും. MLA വി മുരളീധരനും മേയർ VV രാജേഷും പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് രാഷ്ട്രീയ കാരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.